ഇതുവരെ ഈ ഇലേനെ കുറിച്ച് ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ. ഈ ഇല അത്രയും നല്ലതാണേനും എന്നാലും അത്രയും ശരീരത്തിന് കേടാണ് എന്നുള്ളതല്ലേ. നമ്മുടെ ഒരു ചീരയാണ് നമ്മുടെ വീടരികിലൊക്കെ വേലിയരികിലൊക്കെ ഉണ്ടാവും. വേലിയരികിൽ താനുണ്ടാവില്ല, നമ്മളത് കൊമ്പ് കുത്തി ഉണ്ടാക്കുന്നത് തന്നെ ഇങ്ങനെ പെട്ടെന്ന് വളർന്ന് കിട്ടും കേട്ടോ. ഇത് അമേരിക്കയുടെ ഒരു ചീരയാണെന്ന് തന്നെ പറയാം. വിദേശിയാണ്, സ്വദേശിയല്ല, നമ്മുടെ ദേശത്തെയല്ല. അപ്പോൾ ഈ ഒരു ചീരയ്ക്കുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ കണ്ണിന് കാഴ്ച അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് പ്രോട്ടീനുള്ള സംഭവമാണ് കേട്ടോ. പക്ഷേ എങ്കിൽ ഇത് 15 മിനിറ്റോളം വേവിച്ച് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് അതിൻ്റേതായ രീതിയിലാണിത് ഉപ്പേരിയോ തോരനോ കറിയൊക്കെ വെച്ച് കഴിക്കേണ്ടത് അത്ര. അത് കുറച്ച് ഇതിലെ വെള്ളമൊക്കെ കളയണം. ഇത് 15 മിനിറ്റോളം വേവിക്കണം തന്നെ വേണം അത്ര. അപ്പം അത്രയും നേരമൊക്കെ വേവിച്ച് ഉള്ള ഇതൊന്നും നമ്മളൊന്നും സമയമില്ലാത്തതുകൊണ്ട് 15 മിനിറ്റിൻ്റെ ഉള്ളിൽ വേവിച്ച് തിന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ കേട്ടോ. ഉപ്പേരി വെച്ചിട്ട് ഇതുവരെ ഒരു കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഒരു വേച്ചാറും ബെത്തപ്പാടും. അപ്പോൾ നിങ്ങളൊക്കെ ഇത് ഉപ്പേരി വെച്ചും കൂട്ടാനും വെച്ചും കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇതിൽ പറയണ പോലെ രീതിയിലൊന്ന് ചെയ്ത് നോക്കിക്കോളി കേട്ടോ. ഇതിപ്പോൾ 15 മിനിറ്റ് അതിന്ന് വാടി കെട്ടി വെന്ത് കിട്ടണം നമുക്കൊക്കെ അല്ലേ. ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും കേട്ടോ. പിന്നെ ഈ കുപ്പിയിൽ നിറച്ചുള്ളതൊന്നേ മണ്ണെണ്ണയല്ല കേട്ടോ. ഈ കുപ്പിയിൽ നിന്ന് നിറച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ ശംഖുപുഷ്പമാണ്. നമ്മൾ വീട്ടിൽ നിന്ന് നട്ട് വളർത്തി നനച്ചുണ്ടാക്കിയ നമ്മുടെ ശംഖുപുഷ്പം പൂത്തൊലിഞ്ഞപ്പോൾ അതുകൊണ്ട് നമ്മൾ വാട്ടർ ഉണ്ടാക്കിയതാണ്. ശംഖുപുഷ്പത്തിൻ്റെ ഗുണമൊന്നും പിന്നെ പ്രത്യേകിച്ച് ആരോടും പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ഒരുപാട് ഗുണങ്ങൾ നിറഞ്ഞ ശംഖുപുഷ്പത്തിന്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി യൂട്യൂബിൽ പിന്നെ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് അടിച്ച് നോക്കുക. അപ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നീല ശംഖുപുഷ്പമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം നമ്മൾ ഇത് വിൽക്കാനാണ്. ഈ ഒരു കുപ്പിക്ക് 80 രൂപയാണ് കേട്ടോ നമ്മൾ ശംഖുപുഷ്പം. പിന്നെ നമ്മൾ ഇതേപോലത്തെ പണ്ടൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ കുടിക്കാനൊക്കെ ഓരോരുത്തരും ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇതിപ്പോൾ എന്തൊരു വെള്ളമാണ് അതുപോലെ ഇങ്ങനെ ഒരു കളർ കിട്ടുന്നത്. ഇപ്പോഴല്ലേ മനസ്സിലായത് ഈ ഒരു സംഭവമാണ്. പക്ഷേ അതിന് ഭയങ്കര വിലയാണ് കേട്ടോ. പക്ഷെ നമ്മളെ വീട്ടിലുള്ളതുകൊണ്ട് തന്നെ 80 രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിച്ചു ഇത് മുതലാവുമോ ചോദിച്ചു. മുതലാവും, നമ്മളെ വീട്ടിലുണ്ടാക്കണത് തന്നെയല്ലേ, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ശംഖുപുഷ്പത്തിന് വേണ്ടിയിട്ട് നമ്മളെ ഒന്ന് അറിയിച്ചോളി വേണ്ടവർ കേട്ടോ. രാവിലെ ഉണ്ട് എന്താ എൻ്റെ ദിനായം വന്ത ഉച്ചകത്തൻ എന്താ സംശയനാകെ നാകെ സംശയനാകെ നാകെ ദാഗേശം താങ്ക് യു ടീച്ചർ. ഇങ്ങനെ ഇരിക്കും, മാറുകൊണ്ടിരിക്കും. തൊട്ട് അടിക്കും. ഇവിടെ പൊളിക്കും, ഇവിടെ അങ്ങനെ പൊളിക്കും. ഉണ്ടാക്കി അയക്കാക്ക് ഇവിടെ അങ്ങനെ പൊളിച്ചെടുക്കും മെല്ലെ. ഇതിക്കാക്ക് അയക്കാക്ക പാത്രത്തേക്ക് അങ്ങനെ പൊട്ടിക്കല്ലേ. ഒറ്റയുടെ പൊട്ടിക്കും വേണം ഒറ്റയ്ക്ക്. എൻ്റെ മേത്താക്കല്ലേ പൊട്ടിക്കും. ചായ പിടിച്ച പാത്രം പിടിച്ച ഓരോരുത്തർ എൻ്റെ മുട്ട പിടിച്ചോട്ടോ. നമുക്ക് ഉപ്പൊക്കെ തരില്ലേ. കളയുന്നില്ല, കുടി. മുട്ട ഇത് മുട്ട വീഡിയോടെ നിലത്ത്. അപ്പോൾ ഗൈസ് മുട്ട പൊരിക്കലാണ് കേട്ടോ. രണ്ടാൾക്കുള്ളതാണ്. രണ്ടാളെയും പൊട്ടിപ്പിക്കണം മുട്ട പൊരിക്കൽ. ഞാൻ
ചാരു അതൊന്ന് വലിച്ചിടല്ലേ. കുട്ടിയോ കണ്ണിന്റെ പോലെ മതി അപ്പി അമ്മ അമ്മ അതാരോ ഉണ്ടാക്കണേ പ്രേതം പ്രേതം. എനിക്ക് എത്ര മുട്ട വേണം? അതോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ? വലിയ ഇതോ? എനിക്ക് എന്താ ഇഷ്ടം പറ. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ? എന്ത് തിന്നാൻ ഇഷ്ടം? ഏറ്റവും ഇഷ്ടം അതൊന്നല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ? ഭക്ഷണം. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ? പുട്ടോ? പിന്നെ ഉപ്പേരി. പിന്നെ ചായ. ചായ കുടിക്കലെന്നെ അല്ലല്ലോ. അവൾക്ക് ഇഷ്ടമുള്ള ചായ അത്ര. പുട്ട് പിന്നെയും കുഴപ്പമില്ല. ഉപ്പേരി ഒന്നും ചിലപ്പോൾ തൊട്ടൊന്നും ചിലപ്പോൾ ഇല്ല. ബീറ്റ്റൂട്ടൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കഴിക്കും കേട്ടോ. ഇതാ ചായേൻ്റെ മരം. ഇതാണ് ചായേൻ്റെ ആള്. ചായ കഴിഞ്ഞു മീ ഒന്നും തൊടല്ലേ. കഴിഞ്ഞു. ചായ കഴിഞ്ഞു. ചെറിയ കുട്ടികളൊക്കെ കാട്ടിയാലേ പൊള്ളും. ഇതാരതാ? ഇത് മിത്രേൻ്റെ ചിത്രേൻ്റെ മിത്ര. ആരാ മിത്ര? ഇതാണ് മിത്ര കേട്ടോ കൂട്ടുകാരെ. ബെല്ലപുത്രയാണ്. അപ്പം നമ്മൾ നമ്മുടെ മുട്ടപ്പൊരി ഇതെന്താ? മുട്ട ഇങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ. അപ്പം ചുടുന്ന പോലെ നമ്മൾ അപ്പച്ചട്ടിയിൽ തന്നെ. നമ്മുടെ ജില്ല ഏതാ? നമ്മുടെ സംസ്ഥാനോ? നമ്മുടെ സംസ്ഥാനം നമ്മുടെ തലസ്ഥാനം തിരുവനന്തപുരം. നമ്മുടെ ജില്ല മാമു മാമു മുട്ടേ മാമു പോട്ടെ വണ്ടി കീ കീ കീ. ഒക്കെ തിന്നട്ടോ. മാമു ഒക്കെ തിന്നൂലേ പാറുക? റെഡിയല്ലേ? ഞുമ്പം തരാം.